ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇന്ന് ബ്യൂട്ടി ടിപ്പൊന്നും ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ മുതൽ ആകെ പന്തികേടാണ്. 1-ാം തീയതിയിൽ ആകെ പന്തികേടാണ്. തുമ്മലും പനിയൊക്കെയാണ് എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടങ്ങളിൽ എല്ലാവർക്കും. എനിക്ക് വന്നു പോയതാണല്ലോ പിന്നെ എന്താ 2 ആഴ്ച മുമ്പ്. പക്ഷെ വീണ്ടും അങ്ങോട്ട് ഇന്നലെ അങ്ങോട്ട് അതിഭയങ്കരമായിട്ട് വേദനയും പിന്നെ അങ്ങ് തുമ്മല, സഹിക്കാൻ വയ്യ തുമ്മല്. ഇന്നങ്ങ് വയ്യ അങ്ങ്. അതുകൊണ്ട് നമ്മുടെ ബ്യൂട്ടി ടിപ്പൊന്നും ഇല്ല കേട്ടോ. അല്ലാതെയുള്ള എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിക്കുക കേട്ടോ. പിന്നെ ചീറ്റലും തുമ്മലും ഒക്കെ രാവിലെ ഒന്നോ എനിക്ക് 1 മണിക്ക് ഒരു 10-15 മിനിറ്റ് അങ്ങ് തുമ്മിക്കൊണ്ട് നിൽക്കും. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തുമ്മലാണ്. അതാണ് കേട്ടോ. മൂക്ക് വാല് കാണും എല്ലാവർക്കും. നമ്മുടെ ഇവിടെ എല്ലാവർക്കും. അമ്മയ്ക്കൊക്കെ പിന്നെ പനി വന്ന് മാറിയത്. പക്ഷെ അമ്മയുടെയാണ് സഹിക്കാൻ വയ്യാത്തത്. 3 മാസം കൊണ്ട് മരുന്നും ഗുളികയും ഹോസ്പിറ്റലും അങ്ങോട്ട്. പിന്നെ ഒന്ന് കുറയും, പിന്നെ ഇപ്പം ഭയങ്കരമായിട്ട് ചുമ. നിൽക്കുന്ന നിൽക്കിൽ തറയിൽ പോവുക. അപ്പം അമ്മ എപ്പോഴാണ് വീട് നിന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കാവല് നിൽക്കുക. ചിലപ്പം വയ്യാതൊക്കെ വരുമ്പോൾ വിളിക്കും കേട്ടോ. ആരുമില്ലാതെ വന്നാലുള്ള പേടിയായി എനിക്ക്. ചിലപ്പോൾ മക്കളൊക്കെ അങ്ങ് സ്കൂളിൽ പോകുമ്പോഴേ ഞാൻ തന്നെ എന്തോ ഇന്നാൾക്ക് അങ്ങനെ പറ്റി കേട്ടോ. ഇന്നാളിൽ അങ്ങനെ പറ്റി. അമ്മ അങ്ങ് കിണറിൻ്റെ അവിടെ നിന്ന് അമ്മയ്ക്ക് എന്താ കല്ല് തേച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ എഴുന്നേറ്റ് പോയതാ. അമ്മയ്ക്കങ്ങ് നടക്കാൻ വയ്യാതെ വന്നു. അപ്പോഴും കടന്ന് വിളിച്ചു. അപ്പോഴേ ഈ വിളി കേൾക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ അനങ്ങത്തില്ല. അത്ര വെള്ളത്തിലല്ലേ എപ്പോഴും വിളിച്ച് ആര് വിളി കേൾക്കും. എന്തായാലും മക്കളും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മോനെ അമ്മമ്മ വിളിക്കുന്നത്. അങ്ങ് ചെന്നപ്പോഴത്തേനുണ്ടോ ആളങ്ങ് വീഴാൻ പോയി. പക്ഷേ ആ സമയത്ത് നമുക്കും പിടിക്കാനൊക്കത്തില്ല. ഞാനും നമ്മുടെ പപ്പായും മോളും കൂടെ പിടിച്ചിട്ടും അമ്മ നിന്നില്ല. അമ്മയുടെ കാലൊക്കെ അങ്ങോട്ട് വഴന്തി അങ്ങ് പോവാ. അങ്ങ് പിടിച്ചാൽ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ കാണത്തില്ലല്ലോ ഇങ്ങനെ പ്രായമായവരല്ലേ ഇങ്ങനെ അയ്യത്ത് ഇങ്ങനെയൊക്കെ പോവും. ഒരു പ്രാവശ്യം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ജോലിക്കാരുണ്ടെന്ന്. ആ ചേട്ടന്മാർ നോക്കിയപ്പം അമ്മ കോഴിക്കോടിൻ്റെ അവിടെ ചെന്ന് തുന്നോന്നും പറഞ്ഞു ചെന്ന് വീഴും. പിന്നെ അവർ രണ്ടും കൂടെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ഒരാളിൽ അവിടെ പോയി മറിഞ്ഞ് വീണ് അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇവരിലാരെങ്കിലും മേളിൽ ഞങ്ങളെ വീണിയായിരിക്കുന്നു. ഞങ്ങൾ ഓടിച്ചെന്നപ്പോഴത്തേന് അമ്മയാണോ അമ്മ മറിഞ്ഞ് വീണിട്ട് അവിടെ ചെന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു ആരാ ഇവിടെ വീണത്? നീ അറിഞ്ഞില്ലേ ഞാനാ വീണത്. നമ്മുടെ സരസുവിനെ പറച്ചില്ലേ നീ അറിഞ്ഞില്ലേ ഞാനാണ് അവിടെ ചെന്ന് വീണത്. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് വന്നാൽ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. രാവിലെ തൂക്കാനായിട്ട് ഇറങ്ങും. ഭയങ്കര പനി. അടങ്ങിയിരിക്കുന്ന പിന്നെ ഒരു 10 മണി വരെ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ അമ്മ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അല്ല പിന്നെ അങ്ങ് എന്തെങ്കിലും TV കണ്ടുകൊണ്ടോ എവിടെയെങ്കിലും അങ്ങ് കിടന്നത്. പക്ഷെ ആൾക്ക് തീരെ വയ്യ ഇപ്പം. ഞാൻ പറയും ചുമ കേട്ടാൽ നമുക്ക് തന്നെ കഷ്ടം തോന്നും. ഭയങ്കര ചുമ. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് 5 പേർക്കും അമ്മ ചിരിച്ച് എന്തൊരു സ്നേഹം. എല്ലാവർക്കും ഇച്ചിരി വീതിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 2-3 പ്രാവശ്യം തുമ്മുമ്പോൾ മോളോട് പറയും അമ്മച്ചിക്ക് ഗുളിക എടുത്ത് കൊടുക്കാൻ. വാങ്ങോ എന്നോട് സ്നേഹമുണ്ട് ഗുളിക എടുത്ത് കൊടുക്കാൻ. അറിയാം ഞാൻ കഴിക്കത്തില്ലെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതൊക്കെ കാണാൻ. എന്നാൽ ബ്യൂട്ടി ടിപ്പൊന്നുമില്ല. പക്ഷേ ബ്യൂട്ടി ടിപ്പിന് ആവശ്യമായിട്ടുള്ളൊരു സംഭവം ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ചു കേട്ടോ. ഉണ്ടാക്കിയെന്നാൽ വെറുതെ ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ചു. അപ്പം നമുക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ. ഞാൻ എടുത്ത് വെച്ചിട്ടാട്ടോ ഇൻട്രോ പറയാൻ വന്നത്. ഒന്നും വയ്യ. ദേഹം മൊത്തം വേദന, അതിവേദന കൊണ്ട് വയ്യ. തുണിയൊക്കെ കഴിയാനുണ്ട്. അതൊക്കെ പിന്നെ ഞാൻ അമ്മണിക്ക് അങ്ങ് കൊടുക്കാൻ പോകും. അത്രയ്ക്ക് ശരീരമാസകലം വേദന, പെടലിക്ക് വേദന കുറവില്ല എൻ്റെ കൂട്ടുകാരെ. ഇന്നേരം മോളെന്നോട് ചോദിച്ചേ അമ്മയ്ക്ക് ഞാൻ പെടലി തടവി തരണമെന്ന്. ഞാൻ പറഞ്ഞു ഇന്നലെ ഒന്ന് തിരുമിയതിൻ്റെയാ ഞാനിപ്പം കിടന്ന് പാടുവിടുന്നത്. എന്നാലും വ്യത്യാസമുണ്ട് കേട്ടോ. തിരുമി തന്നതിലും ഇന്നലത്തേലും വ്യത്യാസമുണ്ട്. ഇന്ന് പെടലിക്ക് മറ്റേ ഇങ്ങനെ ഇരിക്കും. ഇന്ന് ഇച്ചിരിയൊക്കെ ഇങ്ങനെ നോക്കാം കേട്ടോ. നമ്മുടെ പുറയുന്ന ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കത്തില്ല. അതുമാതിരി കേട്ടോ. ഇന്നിച്ച് കുറവുണ്ട്. ഈ കാലാവസ്ഥയുടെ ഒത്തിരിയൊക്കെ നമുക്ക് വയ്യായൊക്കെ. പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും വയ്യ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഞാനേ ഒരു 3 കൂട്ടം സംഭവങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് വാവും ഓണമൊക്കെ വരുമല്ലേ. എല്ലാത്തിനും എനിക്ക് ഇവന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നെ ഇന്നാളൊരു
മോര് കാച്ചാനൊരു കലം വാങ്ങിച്ചത് പൊട്ടിപ്പോയി. ആരുടെയോ കണ്ണ് കിട്ടി അതങ്ങ് പോയി കേട്ടോ. അപ്പോൾ പകരത്തിന് ഞാൻ വീണ്ടും വേറെ ഇപ്പം കലമുണ്ട്, രണ്ട് പിടിയുള്ള ഒരു ചട്ടിക്കകത്ത് ഞാൻ മോര് കാച്ചിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇതേപോലെ മൺകലത്തിനകത്ത് മോര് കാച്ചുന്നതാണ് ഇഷ്ടം കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ സ്റ്റീലിനകത്തും അലൂമിനിയത്തിനകത്തും ഒക്കെ പാചകിക്കകത്ത് ഇതേപോലെയുള്ള ചട്ടിക്കകത്ത് അങ്ങോട്ട് പാചകം ചെയ്യും പിള്ളേരെ, സൂപ്പറാണ്. കിട്ടും. എനിക്ക് എല്ലാത്തിനും ഉണ്ട് ചട്ടിയും കലവും ഒക്കെ കേട്ടോ. അപ്പോഴിതേ ഞാൻ വേറൊരു സംഭവം ഉരുളി മാതിരി കുഞ്ഞെനിക്ക് കണ്ടപ്പോൾ ഇവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വില ഈ ഉരുളിക്ക്. എത്രയായിരുന്നു മോളെ? 130 അതോ 170 കേട്ടോ. അമ്മച്ചി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ചെറിയ ഉരുളി. നമുക്ക് മീനൊക്കെ പീര വയ്ക്കാൻ നല്ലതല്ലേ, എനിക്കിഷ്ടം കേട്ടോ. മീൻ പീരയൊക്കെ വെക്കാനേ ഇഷ്ടം. പക്ഷെ കറുത്ത ചട്ടി ഇല്ലായിരുന്നു. ഞാൻ നോക്കി തപ്പിയതാണ്, കറുത്ത ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കറുത്ത ചട്ടി ഇല്ലായിരുന്നു. ഈ ചട്ടിയാണ് കിട്ടിയത് കേട്ടോ. ഈ ഉരുളി മാതിരിയുള്ളത് മീൻ പീരയൊക്കെ വയ്ക്കാം. മീൻ പീരയോ അല്ലാത്ത നമ്മുടെ തോരനോ എന്തേലും ഒക്കെ വയ്ക്കാം കേട്ടോ. പിന്നെ ഇതും വാങ്ങി. ഇത് ഇപ്പം എന്തോത്തിന് ഈ ചട്ടി തീയലൊക്കെ വയ്ക്കാൻ കൊള്ളാൻ തോന്നല്ലേ. തീയലിനൊക്കെ നല്ലതായിരിക്കും. തീയൽ ചട്ടിയാക്കാം. ഒത്തിരി ചട്ടിയുണ്ട്. ഇനി ഇരിക്കുന്നതെല്ലാം നമ്മൾ എന്നും എടുക്കുന്നില്ലല്ലോ. നമ്മൾ ഉത്സവം, ഓണം, വിഷു ഇതിനൊക്കെയാണല്ലോ ഈ ചട്ടികൾ എല്ലാം നമ്മൾ ആ ചട്ടിക്കകത്തായിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ എല്ലാം അതിനകത്ത് അന്നേരം ഉണ്ടാക്കുന്നത്. ഇപ്പം പിന്നെ ഇവിടെ ആണെങ്കിലും നമ്മൾ എന്നൊന്നും ഇപ്പം ചെയ്യുവാണെങ്കിലും ചട്ടിക്കകത്ത കൂടുതലും വെക്കുന്നത് കേട്ടോ. ഇത് ഞാനിനി തീയൽ ചട്ടി ആയിട്ടെടുക്കാം. പോയി എപ്പോൾ പോയത് ചോദിച്ചാൽ മതി. പക്ഷെ ഞാൻ സൂക്ഷിച്ച് കണ്ടുമൊക്കെ എടുക്കത്തുള്ളൂ. പിന്നെ ഇന്നാളെ പിന്നെ 2 എണ്ണം ഒരുമിച്ച് കയ്യിൽ പടോന്നും പറഞ്ഞ് തറയിൽ വീണു കേട്ടോ. ഇനി അല്ലാത്ത ചെറിയ ഈ ഉരുളി സൈസ് അല്ലാത്ത ചെറിയ ചട്ടി ഇനി ഒരെണ്ണം വാങ്ങിക്കണം. 2 മീൻ ചട്ടിയുണ്ട് കേട്ടോ. വലിയതൊരെണ്ണം കൊണ്ട് ചെറിയ ഒരു ചട്ടിയുണ്ട്. ഇനി എനിക്കൊരു ചെറിയൊരു മീൻ ചട്ടി വാങ്ങിക്കണം. ഇത് തന്നെ നല്ല വില. ഇവർക്ക് 3 പേർക്കും കൂടെ നല്ല വിലയായി കേട്ടോ. നമ്മുടെ പുത്തൂർ ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരമ്മച്ചി കച്ചവടം ചെയ്യുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പം സത്യം പൊതുവെ നമ്മൾ ഈ ചന്തയിലൊക്കെ ചെന്നാൽ പണ്ടത്തെ പോലെ വലിയ കച്ചവടമൊന്നും അവിടെ ഇല്ല കേട്ടോ. പണ്ടൊക്കെ എന്തൊരു കച്ചവടമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം കടകളും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ഒരറ്റത്തുനിന്ന് തുടങ്ങിയ 2 സൈഡിൽ ഓരോ കച്ചവടക്കാരിയിരിക്കുന്നത് കാണാം. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല. അതിന് മോള് പറയുന്നു രാവിലെ പപ്പയുടെ കയ്യിൽ നിന്ന് പൈസ പോയപ്പോൾ അമ്മയ്ക്ക് സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ആവശ്യമല്ലേ, എപ്പോഴൊന്നും വാങ്ങിക്കത്തില്ല. നമുക്ക് കടമ്പനാട്ട് ചന്തയിൽ പോകാൻ കടമ്പനാട്ട് ചന്തയിലെ ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോയി ഞാൻ വാങ്ങിച്ചെന്ന് അറിഞ്ഞാൽ അവരെ ഓടിച്ചിട്ട് തന്നെ അടിക്കും. എന്തായാലും നമ്മൾ സ്ഥിരമൊക്കെ വാങ്ങിക്കുന്നവരായിട്ട് കുറച്ച് പൈസയൊക്കെ നമുക്ക് കുറവൊക്കെ തരും കേട്ടോ. ഇതൊട്ടുമേ കുറച്ചില്ല അമ്മച്ചി ജഗജില്ലിയായിരുന്നു കേട്ടോ. ഒട്ടുമേ കുറച്ചില്ല. നമ്മുടെ അണ്ണൻ പറഞ്ഞ പിന്നെ നമ്മുടെ അണ്ണന് പിന്നെ വില വേശാൻ അറിയത്തില്ല. ഇനി അതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. വില പേശി ഇങ്ങനെ ഓരോരുത്തരെ ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളാണേലും ആണുങ്ങളാണേലും വില പേശി ഇവർ പൈസ കൊടുക്കും. പക്ഷെ നമ്മുടെ അണ്ണന് അത് അറിയത്തില്ല. നമ്മുടെ അണ്ണന് അവർ പറയുന്നത് അപ്പഴേ അങ്ങ് കൊടുക്കുക, ഒന്നും പറയത്തില്ല. അതറിയത്തില്ല കേട്ടോ. ഇനി അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എനിക്കും അതൊന്നും അറിയത്തില്ല. ഞാനും ഞാനങ്ങ് എടുത്തു കൊടുക്കത്തേ ഉള്ളൂ. എനിക്കറിയത്തില്ല. 5 രൂപ കുറച്ച് തരുമോ, 10 രൂപ കുറച്ച് തരുമോ, 15 രൂപ കുറച്ച് തരുമോ? കഷ്ടമില്ല. അവരും ജീവിക്കാനല്ലേ നമ്മളെ പോലെ അല്ലേ? നടക്കാനല്ലേ അതൊക്കെ. ചിലർ വില പേശുന്ന കണ്ടതോ ലേലം വിളിക്കുന്നതിൻ്റെ കൂട്ടം ഓരോരുത്തർ പിന്നെ ഇതേപോലെ വില പേശുന്ന. എനിക്കൊന്നും അറിയത്തില്ല. നമുക്കൊന്നും അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ 3 കാലം വാങ്ങിച്ച സന്തോഷത്തിലാണ് ഇന്ന് കേട്ടോ. ആ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കണം. ഇനി അറിയിച്ചു ചെയ്ത് കേട്ടോ. ഇനി വേറെ പരിപാടിയുണ്ട്. ഇച്ചിരി സംഭവം കിട്ടി അത് അരച്ച് പറക്കി നമ്മുടെ ഫ്രിഡ്ജിനകത്തോട്ടൊന്ന് വെക്കണം കേട്ടോ. അത് നമുക്ക് ചെയ്യാം കേട്ടോ. താമസിക്കേണ്ട. രാവിലെ ഉവാവ് കുടിക്കുന്നത് രാവിലെ മുതൽ ഭയങ്കര തുമ്മലായിരുന്നു. തുമ്മി ഞാനൊരു പരുവായി. തുമ്മ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ല എനിക്ക് കേട്ടോ. നമ്മുടെ അണ്ണൻ പറയും ഇവിടെങ്ങും പിന്നെ ആൾക്കാരെ നിൽക്കട്ടെ, 1 മണിക്കൂറത്തേക്ക് തുമ്മലാണ്. അത് ഇങ്ങനെ അങ്ങ് വെള്ളവും വലിഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ചെയ്യാനാന്ന് പറ. ഇപ്പം രാവിലെ തുമ്മലായിരുന്നു. സമയത്ത് ഒന്ന് എവിടെയെങ്കിലും
മൂക്കൊന്ന് തട്ടിപ്പോയോ അപ്പോഴേ തുടങ്ങും തുമ്മൽ. അങ്ങനെയാണ് എനിക്ക് തുമ്മൽ വരുന്നത്. നമ്മുടെ കൈ കൊണ്ടോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാൽ മതി, പിന്നെ അങ്ങ് തുടങ്ങുമല്ലോ. അപ്പോൾ നമുക്കിനി ആ പരിപാടി ചെയ്യാൻ പാകണ്ട. ചട്ടിയും കലമൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ. ഇനി ഇതിപ്പോൾ നമ്മുടെ സരസുവിനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. സരസു ആകുമ്പോൾ ഇത് മയക്കി തരുന്ന കാര്യം ഏറ്റുമോ എന്താ എങ്ങനെ ഇത് വെള്ളമൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ പോരെ ഇത് വയക്കാൻ. ചേച്ചിമാരൊക്കെ ഇങ്ങനെ ചട്ടി വയക്കുന്ന വിധമൊക്കെ കാണിച്ച് തരുന്നുണ്ട്. നമ്മുടെ സരസുവിനെ അങ്ങ് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സരസു ആകുമ്പോൾ ആള് മിടിക്കുക കേട്ടോ. സരസുവിനെ ഏൽപ്പിക്കാതെ മീൻ പീരയൊക്കെ വയ്ക്കാൻ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ചട്ടി. അപ്പോൾ നമുക്കിനി അത് ചെയ്യാമേ. ഞാൻ പറഞ്ഞില്ലേ മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കറ്റാർ വാഴ കിട്ടി, ഒത്തിരി നടാനും കിട്ടി. അതിനകത്തുനിന്ന് ഒരു വലിയൊരെണ്ണം കിട്ടി കേട്ടോ. വലിയൊരു മൂട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച അത് നടാം. പക്ഷെ അതിൻ്റെ ആ താഴത്തെ ആ തണ്ടൊക്കെ നമുക്ക് എടുത്തിട്ട് നടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ വൈകിട്ട് അതിൻ്റെ ആ തണ്ടൊക്കെ ഇങ്ങനെ കണ്ടിച്ച് കഴിഞ്ഞാൽ മഞ്ഞക്കറയൊക്കെ പോകണമല്ലോ. സത്യമാണ്, ആ മഞ്ഞക്കറ നമ്മൾ വേഗത്തിൽ എവിടെയെങ്കിലും പറ്റിയാൽ ഉടനെ നമുക്ക് ഈ അലർജി അതെന്തോ ഒരു അല്ലേ. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ചൊറിച്ചിൽ വരിക. അത് സംഭവം അത് നമ്മുടെ ദേഹത്തെ എവിടെയെങ്കിലും പറ്റി അത് ഇരുന്നാലും തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടി ഞാൻ ഇന്നലെ വൈകിട്ട് എടുത്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ രണ്ട് സൈഡിലെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഞാൻ സ്പൂണിനകത്ത് കോരി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ നമുക്കത് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചത്. ഇത്രയും കിട്ടി എനിക്ക് കേട്ടോ. ഇത്രയും കിട്ടി. വേണ്ട ഇത്തിരി വലുതായിരുന്നു കേട്ടോ. അതേ ചിലരാണെങ്കിൽ ഇതെടുത്തങ്ങ് വീഴും. പക്ഷെ ഇത് നമ്മൾ എടുത്തിട്ട് ചെയ്യേണ്ടത് നന്നായിട്ടൊരു 2 വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ കൊഴുപ്പ് കളയണം. ഇതിനൊരു വല്ലാത്തൊരു കൊഴുപ്പുണ്ടല്ലോ, ആ കൊഴുപ്പ് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. നന്നായിട്ട് കഴുകിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കാം. ഞാൻ രാവിലെ ഒരെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. നല്ലതായത്. ചിലരൊക്കെ എന്തോ ഇത് ഔഷധം ആണല്ലോ ഇത് കേട്ടോ, നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കൊഴുപ്പോടെ എന്നാ വല്ലാത്തൊരിതാണ്. പക്ഷെ ചിലരിങ്ങനെ സ്പൂണെ അതിനകത്തുനിന്ന് തന്നെ കോരി കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതിപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ കളഞ്ഞിട്ട് കഴിച്ചപ്പോൾ നല്ല രസം, നല്ലതായിട്ട്. ഇത് ഔഷധമാണ്. ചിലരൊക്കെ കഴിക്കും. നമുക്ക് വയറിന് നല്ല തണുപ്പൊക്കെ കിട്ടും കേട്ടോ. ഇച്ചിരി കഴിച്ചപ്പോൾ എനിക്ക് വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്നു. സൂപ്പറാട്ടോ. വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണം കേട്ടോ. ചിലരിനെ പറയുന്നത് കഴിച്ചുകൂടാണ്. നമ്മളാൻ കഴിക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഞാൻ കഴുകി കൊണ്ട് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ കൊണ്ട് അരിച്ച് ഇനിയൊരു ഡെപ്പിക്കകത്തൊക്കെ വെച്ചേക്കാം. നമുക്ക് ഒരാഴ്ചയൊക്കെ ഇരിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഇത് കളയുന്നില്ല, ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും എന്തെങ്കിലും വെറുതെ ആണെങ്കിലും നമുക്കിതൊക്കെ മുഖത്തോ ദേഹത്തോ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നന്ന് അങ്ങനെ ചെയ്യാം. ഞാൻ അരച്ചുകൊണ്ട് കേട്ടെ. സുജാത ചേച്ചിയുടെ കൊച്ചുമൂടെ കൊണ്ട് നമുക്ക് അരിച്ചെടുക്കാം. ഒത്തിരി ഉണ്ട് കേട്ടോ, ഇത്രയും ഉണ്ട്. അത് കളയാൻ എനിക്ക് മടി. എടുത്തോണ്ട് വരട്ടെ. സുജാത ചേച്ചിയുടെ കൊച്ചുമോൾ അപ്പുറത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. എനിക്കിത് 2 പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. എനിക്കങ്ങ് തുമ്മൽ വരിക, അതുകൊണ്ടായിട്ട് കർച്ചീഫൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതലങ്ങ് ഭയങ്കര തുമ്മൽ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ. ഒത്തിരി കാണും. ചിലപ്പോൾ അടിച്ചു വരുമ്പോൾ ഒരുപാട് ഇത് വരികയാണെങ്കിൽ ഇനി ഇരിപ്പുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഇട്ടു, ഇനി ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് അരച്ചോണ്ട് വരാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതേപോലെ 2 പാത്രത്തിന് നിറച്ചും കിട്ടിയില്ല. ആദ്യം ഒന്ന് പതഞ്ഞ് വന്നിട്ട് പിന്നെ ശരിയാവും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല.
നമുക്ക് ജെല്ലാക്കിയൊക്കെ എടുക്കാറില്ല. എന്താ കോൺഫ്ലവറും പിന്നെ എന്തൊക്കെയോ വൈറ്റമിൻ ഇ ഗുളികയൊക്കെ ഇട്ട് എന്തൊക്കെയോ നമുക്ക് ഒരുപാട് ഇതേപോലെ ജെല്ല ഉണ്ടാക്കി വെക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഇത് അതിനകത്ത് ഒഴിച്ച് വെളിച്ചെണ്ണ കാച്ചിയൊക്കെ വെക്കാം കേട്ടോ. ഞാനല്ലാതെ വേറെ ഒന്നും നമ്മൾ ജെല്ലായിട്ടാക്കി എടുക്കുന്നില്ല. നമ്മുടെ വൈറ്റമിൻ ഇ ഗുളിക പിന്നെ ഒത്തിരി പല പല റോസ് വാട്ടറും ഒക്കെ ഇട്ട് നമുക്കിത് ജെല്ലാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അടിപൊളി സംഭവമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും നമുക്ക് വേണ്ട, ഇത് മാത്രമായിട്ട് എനിക്ക് ഇച്ചിരി എടുത്ത് വെക്കണം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കൊരു കുറച്ച് ദിവസത്തേക്കൊക്കെ ഇരിക്കും കേട്ടോ. നമ്മുടെ വെളിയിലല്ല, ഫ്രിഡ്ജിനകത്ത് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഫ്രീസറിനകത്തോട്ട് ഐസ് ട്രേക്കകത്തോട്ടൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന നമുക്ക് രാത്രി ആകുമ്പോഴല്ലേ മുഖത്ത് ഇങ്ങനെ അതിൻ്റെ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ മുഖത്ത് സൂപ്പർ കിടുവാണ് കേട്ടോ. അപ്പോഴങ്ങനെ ഒന്നേ ഐസ് ട്രേക്കകത്ത് എടുത്ത് വെക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഈ ചില്ലിൻ്റെ കുപ്പി ഉണ്ടല്ലോ, അപ്പോഴതിനകത്ത് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. വേണ്ട അപ്പോഴേക്ക് ഒത്തിരി ഇട്ടു. ഞാൻ എണ്ണ കാച്ചുന്നതിനകത്ത് നമുക്ക് എടുക്കാം. എണ്ണ എൻ്റെ തീരാറായി. ഞാൻ പറഞ്ഞില്ലേ ചെമ്പരത്തി പൂവിൻ്റെ എണ്ണ അത് തീരാറായി, നമുക്ക് ഏകദേശം തീരാറായി. നമുക്ക് അത് ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ചേർക്കാൻ നമ്മൾ അടിച്ചെടുത്തില്ല. ഇത് ഇത്രയായി, അപ്പോൾ തീരാറായി. അപ്പോഴേ എണ്ണ കാച്ചാറുണ്ട്, അതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യും. പിന്നെ പോരാത്ത നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെന്താ തലയിൽ താളിയായിട്ടൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കുമല്ലോ, അപ്പോഴതിനൊക്കെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതായിട്ടോ. കിട്ടിയത് നമ്മുടെ ആ 2 കളയുണ്ടായാലും നമ്മൾ കൊണ്ടുവച്ചാലും അത് അഴുകിപ്പോവും. പിന്നെ അതില്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ലതല്ലേ. കോൺഫ്ലവറൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തെടുക്കുന്നില്ല. ഡബിൾ ബോയിലൊക്കെ ചെയ്ത് നല്ല സൂപ്പർ ജെല്ലായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും എനിക്ക് ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പം എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഗ്ലിസറിന്, റോസ് വാട്ടർ, എല്ലാ സംഭവങ്ങളും ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോഴിനി നമുക്ക് ചെറിയ ബോർഡർ എടുക്കുന്ന ചില്ലിൻ്റെ ഇതിനകത്തെടുത്ത് വെച്ചാൽ 10 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. 10 ദിവസമൊക്കെ ഇരിക്കും. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ. അതേത്തോ തലയിലും ഒക്കെ നമുക്ക് തൂത്ത് ഇത് തീർക്കാം കേട്ടോ. രാവിലെ വന്നതാ, 1-ാം തീയതി ഇരിക്കാൻ വന്ന ഒരാളിനെ കണ്ടു. 2 ആഴ്ചയായി ഞാനിവിടെ വയ്യാതെ കിടന്നിട്ട് എന്നെ ഒന്ന് തിരക്കിയത് പോലും ഇല്ല. ഒരാഴ്ച കൊണ്ട് ആശുപത്രിയിൽ പോയി കിടന്നതാണെന്നും പറഞ്ഞ് ഇന്ന് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് മരുന്ന് എനിക്ക് കൂടെ കൊണ്ട് തരാഞ്ഞ് എന്താണെന്ന്. വേണ്ട, ഒരാൾ കറങ്ങി വന്നു. രാവിലെ വന്ന് മുറ്റമൊക്കെ തൂത്ത് തന്നു ഞങ്ങൾക്ക് കേട്ടോ. മുറ്റത്ത് ഈ ചൂലിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ ആരോ തൂപ്പുകാരൻ വന്നത്. അങ്ങനെ തൂത്ത് ആ പൂമ്പാറ്റയെ പിടിച്ചോ, വേണ്ട ആ പൂമ്പാറ്റ പിടിച്ചോ. ആഹാ, എൻ്റെ അടുത്ത് വരത്തില്ല. കൊള്ളാം, ഇഷ്ടപ്പെട്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ എല്ലാം ഇവിടെ മതിലൊന്ന് തേച്ച് കഴുകണം. ഓണം ഇനി 1 മാസം കിടക്കുന്നു. അതിന് മുന്നേ നമുക്ക് മതിൽ തേച്ച്, അല്ല ഇപ്പം കുതിർന്ന് കിടക്കുക കേട്ടോ. ഇപ്പം നമുക്ക് അഴുക്കൊക്കെ പോയി. ഇപ്പം നമ്മൾ തേച്ച് കഴിയാലോ. അപ്പോഴ് മതിലൊന്ന് തേച്ച് കഴിയണം നമുക്ക്. കൈനീട്ടം എന്തി തന്നത്? അത് കീശയിലിട്ടോ അങ്ങ്. അതെടുത്ത് കീശയിലിട്ടു. വെച്ചോ. എനിക്കാര് തരും കൈനീട്ടം? ഡാൻസ് കളിച്ചേ. ഇടയ്ക്ക് തന്നെ ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കുമല്ലോ. ആ ഡാൻസ് ഒന്ന് കളിച്ച്. നാളെ ഉണ്ടോ ജോലി? പതിഞ്ഞു കൈ പതിഞ്ഞു. ആരുമല്ല, ഞാൻ ചുമ്മാ നോക്കിയതാ. ഇന്ന് ഉച്ച കഴിഞ്ഞ് വലിയ മഴയൊന്നും പെയ്തില്ല കേട്ടോ. രാവിലെയും വലുതായിട്ട് മഴയൊന്നും പെയ്തില്ല, ചാറ്റലൊക്കെ ഉള്ളായിരുന്നു. അപ്പോഴേ മുറ്റമൊക്കെ തൂത്തിട്ട് ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ കേട്ടോ. ഇനിയിപ്പം കരിയില പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇവിടെ ഞാൻ തൂത്തു. പുറത്ത് പുള്ളിയാണ് തൂത്തത് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. എനിക്കങ്ങ് വയ്യ, കുനിഞ്ഞ് നിൽക്കാൻ വയ്യായിരുന്നു.
ഇതേ പോന്നു. ഇത്രയും പട്ടിക്കുട്ടന്മാരാന്ന് ഈ വണ്ടിക്കാർ പോകുമ്പോഴേ ഇവന്മാർ ചാടുന്നത്. നമുക്ക് പേടി വരും കേട്ടോ. ഇവന്മാരുടെ ബഹളം ഇവിടെ. അപ്പോഴിതിനകത്തോട്ട് കയറത്തില്ല. അപ്പോഴിന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു. കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.